പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരൻ. പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിലാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടെ സുപ്രധാന വിധി. ഇവന്റെ ശല്യം നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് കവിത അമ്മയോടൊന്നും പറഞ്ഞിരുന്നു. ഇവരൊന്നിച്ച് പഠിച്ചവരാണ്. +1 +2 ഒന്നിച്ച് പഠിച്ചതാണ്. നമ്മളെപ്പോഴാ അറിയുന്ന അന്നത്തെ ദിവസം? അന്ന് കുഞ്ഞ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി ബസ് ഞങ്ങളോട് പറഞ്ഞ് അവൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ എനിക്ക് അറിയത്തില്ല. കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞല്ലോ. ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മൾ പരമാവധി ശിക്ഷ. അവന് തൂക്കുകയറ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അവൻ്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം. അതിന് പരമാവധി അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ പയ്യനെ നേരത്തെ അറിയാമോ? ഇങ്ങനെ ഉപദ്രവം വല്ലതും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ എന്തായിരുന്നു അറിഞ്ഞത്? അന്ന് മോക്ക് ആക്സിഡൻറ്റ് പറ്റി ചെല്ലാനാണ്. പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ, എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. ശശി നാരായണൻ നൽകും വിവരങ്ങൾ. ശശി, 2019 മാർച്ച് 12-നാണ് കേരള മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച, പേടിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നത്. സഹപാഠിയായ പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ പ്രണയബന്ധം നിരസിച്ചു എന്നതിൻ്റെ പേരിൽ കുത്തി പരിക്കേൽപ്പിച്ച് കത്തിച്ചു കൊന്നത്. ഇപ്പോഴെന്തായാലും കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. വിധി എന്നത്തേക്കാണ്? ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഗൗരവമുള്ള കേസാണ്. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രണയബന്ധം നിരസിച്ചതിനെ തുടർന്നാണ് 2019 മാർച്ച് 12-ാം തീയതി പകൽ സമയത്ത് പ്രതിയായ തിരുവല്ല സ്വദേശി അജിൻ റെജി മാത്യു കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഈ കവിതയും ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ട്. പക്ഷേ 2 ദിവസത്തിന് ശേഷമാണ് കവിത പിന്നീട് മരണമടഞ്ഞത്. എന്തായാലും ആ മരണമൊഴിയാണ് ഇപ്പോൾ കേസിൽ പ്രധാനമായും നിർണായകമായിരിക്കുന്നത്. ആ മരണമൊഴിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയും. അതെല്ലാം പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുക. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വരും ദിവസം മറ്റന്നാളിലാണ് വിധി ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുക. അതിലുപരി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്. അത് മാതാപിതാക്കളും അത് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടുപേരും +1-നും +2-നൊക്കെ ഒന്നിച്ചൊരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്ന കാര്യം വീട്ടുകാർക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അത് പ്രണയം നിർത്തിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. പ്രതി ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച കാര്യങ്ങളും ATM-ൽ നിന്ന് പണം പിൻവലിച്ചതും ഒപ്പം CCTV ദൃശ്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണ സംഘത്തിന്റെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികൾ അത് ഏറെ നിർണായകമായല്ലേ? കൃത്യമായ സാക്ഷിമൊഴികളും ഈ സാക്ഷിമൊഴികളൊക്കെ കൃത്യമായി സമർപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്നതിലേക്ക് തന്നെ കോടതിയെ കൊണ്ടെത്തിച്ചത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. സാക്ഷിമൊഴികളെല്ലാം കൃത്യമായിരുന്നു. ഒരു സാക്ഷി പോലും കൂറുമാറുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ ഇതിലുള്ള തെളിവുകൾ, വലിയ തെളിവുകൾ ഇത് കൃത്യമാണ്. CCTV ദൃശ്യങ്ങൾ, പെൺകുട്ടിയുടെ മരണമൊഴി, ഒപ്പം ഈ പറഞ്ഞ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോയത്, കാര്യങ്ങൾ, പൈസ പിൻവലിച്ചത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാം പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു. അതെല്ലാം ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്താണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റേനാൾ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും. എന്തായാലും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മറ്റന്നാൾ കോടതി വിധി ഉണ്ടാകും. മാതൃകാപരമായ ശിക്ഷ തന്നെ കോടതി വിധിക്കട്ടെ. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്.